ഹായ് ഹലോ ഇഡൽസിപ്പി വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചെറിയൊരു വീഡിയോ ആയിട്ടാണ് പിന്നെ വന്നിരിക്കുന്നത്. ഇപ്പോൾ എങ്ങോട്ട് പോകണമെന്ന് വെച്ചാൽ റീന നാട്ടിലോട്ട് പോവുകയാണ്. ഇപ്പോൾ റീനയെ കൊണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾ ഓട്ടോയിൽ കയറി ഇവിടെ വന്നപ്പോഴത്തേക്കൊണ്ട് നല്ല മഴയായിരുന്നു. ഭാഗ്യത്തിന് ഞങ്ങൾ എത്തിയപ്പോഴത്തേക്കും കുറഞ്ഞു. പിന്നെ റീനയുടെ സാധനങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷൻ്റെ അകത്തോട്ട് കയറി. പിന്നെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി അഭിരാമിയും ജെസ്സിയും ഒക്കെ പോയി. അഭിരാമിയാണ് ടിക്കറ്റ് എടുക്കുന്നത്. നമുക്ക് ഒരു 8:30 ഒരു മെമു ഉണ്ടെന്ന് പറഞ്ഞ് മെമുവിലാണ് ഞങ്ങൾ ഇപ്പോൾ കറക്റ്റ് ഞങ്ങൾ നിൽക്കുന്നത്. തിരുവല്ല റെയിൽവേ സ്റ്റേഷനിലാണ്. തിരുവല്ല റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ചെങ്ങന്നൂർ പോകണം. ചെങ്ങന്നൂരാണ് അവർക്കുള്ള കറക്റ്റ് ട്രെയിൻ വരുന്നത്. അവിടുന്ന് ഒറ്റ ട്രെയിനാണ് ദീമാപൂർ വരെ പോകാൻ, ദീമാപൂർ നാഗാലാൻഡ്. പിന്നെ ഞങ്ങൾ അവിടുന്ന് ലഗേജൊക്കെ എടുത്ത് ലിഫ്റ്റിൽ കയറിയപ്പോൾ മായ ഒന്ന് പേടിച്ചു പോയി. മായയ്ക്ക് അല്ലെങ്കിലും ഭയങ്കര പേടിയാണ്. അത് കഴിഞ്ഞ് റീനക്കുട്ടി പോണ കാര്യമൊക്കെ ഹിന്ദിയിൽ കുറച്ചൊക്കെ പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് ഇഷാനി, റീനയുടെയും മായയുടെയും ചേച്ചിയാണ് ഇഷാനി എന്ന് പറയുന്നത്. ഇഷാനിയാണ് ഈ ഹായ് കാണിച്ച് ഹിന്ദിയിൽ പറയുന്നത്. ഞങ്ങളുടെ സിസ്റ്റർ നാട്ടിലോട്ട് പോകണമെന്ന് പറഞ്ഞത്. പിന്നെ എൻ്റെ റീനക്കുട്ടി പറയുന്നത് കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ റീനയുടെയും കുറച്ച് മൊണാൾട്ടുകളാണ് ഗ്ലാമിക്കിങ് പറയുന്നത്. കുറച്ച് മൊണാൾട്ടുകൾ കാണിക്കാം എന്ന് പറഞ്ഞു. അവൾ ചോദിക്കുകയാണ് എന്നെ മിസ് ചെയ്യുമെന്നൊക്കെ. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഒരുപാട് മിസ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞു. നല്ലൊരു ഫ്രണ്ടാണ് അവൾ. ഭയങ്കര ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉള്ള ആളാണ്. ഇതാണ് അഭിരാമി. വീഡിയോക്കൊന്നും വരത്തില്ല. ഫോട്ടോ എടുക്കാൻ നിന്നതാണ്, പക്ഷേ വീഡിയോ ആയിപ്പോയി. ഇവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞാൽ എടുത്തിട്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടെ തിരുവല്ല റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ കാത്ത് നിൽക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഇഷാനി വീഡിയോ എടുക്കുന്നു, ഞാൻ വീഡിയോ എടുക്കുന്നു. ഇഷാനി വീഡിയോ എടുക്കുന്നത് ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ സ്റ്റോറി ഇടാൻ വേണ്ടിയാണ്. അങ്ങനെ എല്ലാവരും വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ നിൽക്കുകയാണ്. അപ്പം ട്രെയിനിൻ്റെ അനൗൺസ്മെൻ്റ് ആണ് ഈ കേൾക്കുന്നത്. ട്രെയിൻ വരാൻ എന്ന് പറഞ്ഞുള്ള അനൗൺസ്മെൻ്റ് ആണ്. അപ്പോൾ ഞങ്ങൾ മെമു ആണ് വരുന്നത്. മെമുവിലാണ് ഞങ്ങൾ പോണത്. പിന്നെ കുറച്ച് അവിടത്തേക്ക് വീഡിയോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ ട്രെയിനും കാത്തങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴത്തേക്കും ഞങ്ങളുടെ ട്രെയിൻ വന്നു. പിന്നെ ഞങ്ങൾ ലഗേജ് എല്ലാം എടുത്തുകൊണ്ട് എല്ലാവരും ട്രെയിനിൻ്റെ അകത്ത് കയറി. അഭിരാമിയാണ് കണ്ണും പൊത്തി അങ്ങനെ ഇരിക്കുന്നത്. അഭിരാമിക്ക് ചിരി വന്ന് ഞാൻ വീഡിയോ എടുക്കാൻ കണ്ടപ്പോഴത്തേക്ക്. ജെസ്സി അവിടെ നിൽക്കുന്നത്, ഇരിക്കാൻ സീറ്റില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. പിന്നെ അവിടുന്ന് ഇനി ട്രെയിനിൻ്റെ അവിടെ AC കോച്ചാണ് ബുക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ ആ സ്ഥലത്തോട്ട് പോകണം. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഒരു പോലീസ് സാറിൻ്റെ അടുത്തൊക്കെ ചോദിച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോകാൻ വേണ്ടി പോകണം. 3ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് അവളെ ട്രെയിൻ വരുന്നത്. എസ്കലേറ്ററിൽ കയറിയതാണ് കാണുന്നത്. മായയ്ക്ക് എല്ലാത്തിനും പേടിയാണ്. പിന്നെ കുറച്ച് ഞങ്ങളുടെ കുറേ കോപ്രായങ്ങൾ കണ്ടാൽ തോന്നുന്നു എവിടെ ഗൾഫിൽ എവിടെ പോകണക്കാണ് തോന്നുന്നത്. എന്നാലും ഇതൊക്കെ ഒരു ഇതല്ലേ, ഒരു ഓർമ്മകൾ. പിന്നെ റീന എന്തൊക്കെയോ പറയുന്നുണ്ട്. നിങ്ങൾ ഇറങ്ങി. വലിയ ട്രോളി ബാഗ് ഞാനാണ് എടുത്തു വെച്ചിരുന്നത്. അങ്ങനെ ഞങ്ങൾ 3ാമത്തെ പ്ലാറ്റ്ഫോമിലെത്തി. 2 പേര് അവിടെ ഇരിക്കണം 1ാമത്തെ പ്ലാറ്റ്ഫോമിൽ. അവർ വാഷ്റൂമിൽ പോയിട്ട് അവിടെ ചുമ്മാ ചേച്ചി അനിയത്തിയും കൂടെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്ന്. അങ്ങനെ ഞാൻ ഇവിടെ നിന്നുകൊണ്ട് വീഡിയോ ഒക്കെ എടുത്ത്. പിന്നെ അവർ തിരിച്ച് വന്നിട്ട് പിന്നെ ഞങ്ങൾ അവിടെ പോയി ചായ. കുറേ നേരമായി. 9:30 വരേണ്ട ട്രെയിൻ വന്നപ്പോൾ തന്നെ വരുന്നത് 10:30 ആവുമെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ അവിടെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ചായയൊക്കെ മേടിച്ച് കഴിക്കാൻ കുറച്ച് സ്നാക്സ്, മാൽക്കിൻസിൻ്റെ ബിസ്ക്കറ്റ്, പിന്നെ അവൾക്ക് ട്രെയിനിൽ ഇരുന്ന് കഴിക്കാനായിട്ട് കുറച്ചിട്ടൊക്കെ. പിന്നെ എൻ്റെ കുറേ മൊണാൾട്ടുകൾ, എൻ്റെ കുറേ കോപ്രായങ്ങൾ. ഇങ്ങനെ ചായ കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് ഇങ്ങനെ ഒരു അവിടുത്തെ ചേട്ടൻ തന്നെ ഒരു കാലിങ്ങനെ ഡാൻസ് കളിച്ച് ബാഗിൽ നിന്ന് ഒരു വീഡിയോ കൊടുത്ത് പാവം ചിറക്കൊന്നും പറ്റുന്നില്ല. പിന്നെ ഞാൻ ചായ കവി റെയിൽവേ സ്റ്റേഷൻ പറയണ കൊണ്ടുവന്നു. മാൽക്കിൻസിന് ബിസ്ക്കറ്റൊക്കെ എല്ലാവർക്കും കൊടുത്ത്. പിന്നെ ഞാൻ റീനയെ ഒന്ന് കെട്ടിപ്പിടിച്ച്. അതിൻ്റെ ഇടയിൽ അവൾ വീഡിയോ ഇങ്ങോട്ട് മാറ്റി. ഞാൻ റീനയെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്ത് തിരിച്ച് വരണമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോഴത്തേക്കൊണ്ട് റീനയുടെ ട്രെയിൻ വരുന്നതിൻ്റെ അനൗൺസ്മെൻറ്റ് വന്നായിരുന്നു. ട്രെയിൻ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു 11 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ട്രെയിനും എത്തി. ഇതിപ്പോൾ അനൗൺസ്മെൻറ്റ് നടക്കുകയാണ് കേട്ടോ. അതാണ് ഞാൻ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുന്നത്. ഇത് കന്യാകുമാരി. പിന്നെ റീന എന്തൊക്കെയോ സാധനങ്ങൾ മേടിക്കാനായിട്ട് പോയി. അപ്പം ട്രെയിൻ വന്ന് പക്ഷേ ഡോറ് തുറക്കാൻ പറ്റുന്നില്ലായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ആകെ ഒരു ടെൻഷൻ, അയ്യോ തുറക്കാൻ പറ്റുന്നില്ല. പിന്നെ അപ്പുറത്തെ സൈഡിലോട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ഓടിപ്പോയി. റീനയുടെ സാധനങ്ങളും എല്ലാം ട്രെയിനിൽ കയറി. അവിടെ നേരത്തെ കയറിപ്പോയത് എവിടെയാണ് എന്നുള്ള സീറ്റ് ഉള്ള ബർത്ത് എവിടെയാണെന്ന് നോക്കാൻ വേണ്ടി പോയതാണ്. പിന്നെ അവിടെ പോയി എല്ലാവരും കയറിയില്ല. ഞാനും ജെസ്സിയും ഇഷാനിയും റീനയും മാത്രമേ കയറിയുള്ളൂ. മായ കയറിയിട്ട് അതുപോലെ തിരിച്ചിറങ്ങി. പിന്നെ ഞങ്ങൾ അവള് ഇറങ്ങിയിട്ട് റീനയെ അടുത്ത് യാത്ര ചോദിച്ച്
പിന്നെ റീനടുത്ത് ഇങ്ങോട്ട് വരാനൊക്കെ പറഞ്ഞ് പിന്നെ ഞങ്ങൾ റീനയുടെ കുറച്ച് നേരം സംസാരിച്ച് ഞങ്ങളെല്ലാവരും കരയെന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷെ ഞങ്ങൾ കരയില്ല, കാരണം ഞങ്ങൾ അത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ജോളിയായിട്ട് ഇരുന്നോണ്ടായിരിക്കും ഞങ്ങൾക്ക് സങ്കടം കരച്ചിലൊന്നും ആർക്കും വന്നില്ല. പിന്നെ റീന വന്നെല്ലാവർക്കും എല്ലാവരും കൈ പിടിച്ച് പോകണം എന്നൊക്കെ പറഞ്ഞ്. അവള് 2 വർഷം കഴിഞ്ഞിട്ടാണ് അവള് വീട്ടിലോട്ട് പോണത്. അപ്പോൾ അവൾക്ക് അതിൻ്റെതായ ഒരു സന്തോഷം അവൾക്കും ഉണ്ട്. ഈ ബാക്ക്ഗ്രൗണ്ടിൽ എൻ്റെ തള്ളന്മാരായത് നിന്ന് അലിക്കുന്നത് അതൊക്കെ കേൾക്കും, അതൊന്നും കാര്യമാക്കണ്ട. അപ്പോഴത്തേക്കും ട്രെയിൻ മൂവായി തുടങ്ങി. പിന്നെ അവളെ സിറ്റി അല്ല ട്രെയിൻ മൂവായില്ല, ട്രെയിൻ മൂവാവാൻ സമയമായി തുടങ്ങി. പിന്നെ അവളെ ഞാൻ പിന്നെ സെൽഫി എടുത്ത് ഇങ്ങോട്ട് നോക്കാൻ പറഞ്ഞു. എല്ലാവരും ഫോട്ടോയൊക്കെ എടുത്ത് അതിൻ്റെ ഇടയിൽ ഈ ഫുള്ള് അവരെല്ലാവരും റീന എടുത്ത് യാത്ര പറയുകയാണ്. അതിൻ്റെ ഇടയിൽ ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് അവസാനം ട്രെയിൻ മൂവായി ബൈ ബൈ പറഞ്ഞ് അങ്ങനെ റീന പോയി. ഒരുപാട് മിസ് ചെയ്യുക അവളെ. പക്ഷെ മായ കരയെന്നാണ് വിചാരിച്ചാൽ കരഞ്ഞില്ല. അമ്മ